പോളണ്ടിലെ പഴയ തലസ്ഥാന നഗരമായ ക്രാക്കോയിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചായിരുന്നു ഞങ്ങളുടെ യാത്ര. പക്ഷെ എന്നത്തെയും പോലെ തന്നെ മഴ ഞങ്ങളെ ചതിച്ചു. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ തന്നെ ഇവിടെയുമുണ്ട് ഒരു ഓൾഡ് ടൗണും അതിൻ്റെ നടുവിലായിട്ടൊരു മെയിൻ സ്ക്വയറും. ഇവിടെ വരുന്ന എല്ലാവരും ഈ ഓൾഡ് സ്ക്വയർ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ സ്ക്വയർ ഭയങ്കര വലുതാണ്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ പെടുന്ന ഒരു സ്ക്വയറാണ്. ഈ സ്ക്വയറിൽ ഒത്തിരി കെട്ടിടങ്ങളുണ്ട്, റെസ്റ്റോറൻറ്റുകളും സുവനീർ കടകളും ഒക്കെയാണത്. റോഡ് മുഴുവൻ ഗ്രാനൈറ്റ് പതിച്ചിരിക്കുവാണ്. ഈ സ്ക്വയറിൻ്റെ സൈഡിലായിട്ടൊരു മോണ്യുമെൻ്റ് ഉണ്ട്. ക്ലോക്ക് ഹൗസിന്റെ മിനിയേച്ചർ ആണിത്. ഇതാണ് ക്ലോക്ക് ഹൗസിന്റെ ഫുൾ വ്യൂ. ഈ ബിൽഡിങ്ങിന്റെ അകത്ത് നല്ലൊരു ഷോപ്പിംഗ് സെന്റർ ഉണ്ട്. ഇതാണ് സെന്റ് മേരീസ് ബസിലിക്ക ചർച്ച്. ഇത് 14th സെഞ്ച്വറിയിലാണ് ഉണ്ടാക്കിയത്. ക്രാക്കോയിലെ മെയിൻ അട്രാക്ഷനാണ് ഈ ചർച്ച്. ഇവിടെ വരുന്നവർ ഒരിക്കലും ഇത് മിസ് ചെയ്യാറില്ല. മാർക്കറ്റ് സ്ക്വയറിൽ തന്നെയാണ് ഈ ചർച്ച് ഉള്ളത്. സെക്കൻഡ് വേൾഡ് വാറിൽ ഈ പള്ളിക്ക് കേടുപാടുകൾ വന്നിരുന്നു. ക്രാക്കോയിലെ വേറെ ഒരു അട്രാക്ഷനാണ് ഈ കുതിരവണ്ടികൾ. മാർക്കറ്റ് സ്ക്വയറിൽ ഒത്തിരി പള്ളികളുണ്ട്. അതിലൊരു പള്ളിയാണിത്. മാർക്കറ്റ് സ്ക്വയറിൽ നിന്ന് നടന്ന് നമ്മൾ വരുന്നത് ഈ കാസലിലോട്ടാണ്. സിറ്റിയിൽ നിന്ന് 5 കിലോമീറ്ററോളം ദൂരം കാണും ഈ കാസലിലോട്ട്. ട്രാമിൽ കയറിയാലും നമുക്ക് വരാൻ പറ്റും. വിസ്റ്റുല നദിക്ക് സമീപം കുന്നിന്മേലാണ് ഈ കാസൽ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ക്വയറിലുള്ള ഇരുമ്പ് ചെയറുകൾ ഒരു ഹോളോകോസ്റ്റ് സ്മാരകമാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്തിൽ നാസികൾ യൂതന്മാരെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പലയിടത്തും ഇതുപോലെ ബ്രെഡ് വെക്കുന്ന കാണാം. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ലോക്കൽ മ്യൂസീഷ്യൻസ് പെർഫോമൻസും കാണാം. എന്നാൽ നമുക്ക് വിസ്റ്റുല നദിയിൽ ഒരു ബോട്ട് റൈഡിങ്ങിന് പോയാലോ?
ഈ പാലത്ത് കുറച്ച് കുരങ്ങന്മാർ തൂങ്ങിക്കിടക്കുന്നുണ്ടോ? അത് സ്റ്റാച്ചു ആണ്. ഈ പാലം പറഞ്ഞ ആളാണെങ്കിൽ അത് ഡെക്കറേഷന് വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.